ഹലോ. വെൽക്കം ബാക്ക് ടു റെനായാസ് യൂട്യൂബ് ചാനൽ. 2 ദിവസമായിട്ട് എനിക്ക് എൻക്വയറീസ് ഒന്നും വരാതെ ഞാൻ എന്ത് കോണ്ടന്റ് ഇടും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു എൻക്വയറി വന്നത്. അപ്പോൾ ആ ഒരു എൻക്വയറി എന്നോട് നിമിഷയാണ് ചോദിച്ചത്. ഐ തിങ്ക് ഷീസ് എ കോളേജ് സ്റ്റുഡൻറ്റ്. ഞാൻ ജസ്റ്റ് പ്രൊഫൈലൊന്ന് വിസിറ്റ് ചെയ്തതേ ഉള്ളൂ. സോ ഐ തിങ്ക് ഷീസ് എ കോളേജ് സ്റ്റുഡൻറ്റ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് കണ്ടു. അതിന് ഞാൻ റിയലൈസ് ചെയ്തതാണ്. അപ്പോൾ നിമിഷയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എങ്ങനെയാണ് ഞാൻ സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും കിച്ചണിലെ കാര്യങ്ങളാണെങ്കിലും മറക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിച്ചത്. ഐ തിങ്ക് നിമിഷ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഐ ആം ടു ഓർഗനൈസ്ഡ് എന്നുള്ളത്. നിമിഷ, ഐ എം നോട്ട് അറ്റ് ഓൾ ഓർഗനൈസ്ഡ് ആസ് യു തിങ്ക്. പിന്നെ ഞാൻ അത്ര ഭയങ്കര ഓർത്തിരിക്കുന്ന ഒരാളും അല്ല ഒരു കാര്യങ്ങളും. എനിക്ക് ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാളാണ്. ഞാൻ എന്നെ തന്നെ ചില സമയത്ത് അരണേന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഞാൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഇൻപെർഫെക്ഷൻസ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഐ കീപ്പ് എ നോട്ട് പാഡ് ലൈക്ക് ദിസ്. ഇത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന എൻ്റെ ഒരു നോട്ട് പാഡാണിത്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. തിങ്സ് ടു ഡു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്പറിട്ട് എഴുതി വെക്കാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ എന്നിട്ടത് അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് എപ്പോഴും കൈ കൊണ്ട് നടക്കുന്നത്. ഞാൻ എന്നിട്ടത് നോക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ടിക്കിട്ട് വെക്കാറുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ആകെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ അത്ര ഭയങ്കര വലിയ ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തോ എന്നൊക്കെ ഉള്ളത് അപ്ഡേറ്റ് ചെയ്യും. അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ഭയങ്കര വലിയ ഐഡിയയോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇതെല്ലാം ആക്ച്വലി എക്സാക്ട്ലി ഐ ഗോട്ട് ദിസ് ഐഡിയ ഫ്രം മൈ മദർ. എൻ്റെ അമ്മ പണ്ട് കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, സ്റ്റിൽ ഷീ ഈസ് ഡൂയിങ് ദ സെയിം. കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. എന്ന് വെച്ചിരുന്നാൽ അടുക്കളയിൽ കുറച്ച് പേപ്പറൊക്കെ വെച്ചേക്കും. അപ്പോൾ അതിൽ അമ്മ ഇങ്ങനെ എഴുതി വെക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഈ മറന്നു പോകുന്നത് കൊണ്ട് മറക്കാതിരിക്കാനായിട്ട് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കുഞ്ഞു പേപ്പറിൽ എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ അത് പേപ്പറിൽ എഴുതി, ഞാനിത് ബുക്കിൽ എഴുതി എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. സോ എക്സാക്ട്ലി ഐ ഗോട്ട് ദിസ് ഐഡിയ ഫ്രം മൈ മദർ. അപ്പം ഇത് എൻ്റെ അമ്മ മാത്രമായിരിക്കില്ല, പലരും ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മളുടെ ആക്ച്വലി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ നിമിഷ, സോ താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് നിമിഷയ്ക്ക് മാത്രമല്ല, ഇതേപോലെ എന്നെപ്പോലെ മറവിയുള്ള ആൾക്കാരും പിന്നെ എല്ലാം ഓർഗനൈസ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നന്നായിരിക്കും. പിന്നെ വേറൊരു സത്യം കൂടി ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ വിട്ടു പോകാറുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് കൺസോൾ ചെയ്യും. യു ആർ ജസ്റ്റ് എ ഹ്യൂമൻ ബീയിങ്. പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ മാക്സിമം ചെയ്യുന്നുണ്ട്. യു ആർ ജസ്റ്റ് എ ഹ്യൂമൻ ബീയിങ്. നോ വൺ ഇസ് ബോൺ പെർഫെക്റ്റ്. ബി ഹാപ്പി ഓൾവേസ് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് കേട്ടോ. അത് മറ്റൊരു സത്യം. സോ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ എന്താണ് ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കണൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഹാപ്പി ഡേ.